പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 104ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ക്ഷണം ചെയ്യാൻ നമ്മുടെ ദൈവന സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് ഇവാഞ്ചലിസ്റ്റ് ലിജു സജി മത്തായിയാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസ് കടന്നു വന്നിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്നുമാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളു. ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഇതിലെ സമയം വാഴ്ത്തപ്പെടാൻ ഇടയായി തീരട്ടെ. ഈ സന്ധ്യേറിയതാകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് വിഭിന്ന സ്ഥലങ്ങളിൽ നിന്നും വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും കയറിയിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ദാസിമാർക്കും സഹോദരി സഹോദരങ്ങൾക്കും ഏകബ്രതമനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമാകുന്ന നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതാകുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ സിജിയും പിന്നെ ഡെനി ചായൻ, ഏവർക്കും ആമേ സഹോദരൻ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയാണ്. വിശേഷാൽ 104ാമത്തെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ എന്ന് പറയുന്നത് ഓൺലൈനിൽ വളരെ പ്രശംസ അർഹിക്കുന്നതാകുന്ന ഒരു കൂട്ടായ്മയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ ദൈവിക ഉദ്ദേശത്തിൽ അത് സ്വർഗസ്ഥനാകുന്ന ദൈവം അത് നടത്തുവാൻ തക്കവണ്ണം മതിയായ ദൈവമാണ്. ആമേൻ സ്തോത്രം. ഈ നല്ല കൂട്ടായ്മയ്ക്ക് എന്റെ എല്ലാവിധമാകുന്ന പ്രാർത്ഥനകളും ആശംസകളും ഞാൻ അറിയിക്കുന്നു. എന്നെ ക്ഷണിച്ചത് ആമേൻ സ്തോത്രം ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ഡാനിയലാണ്. അദ്ദേഹത്തോടും ഈ സമയം ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും പരിചിതരല്ലാത്തതാകുന്ന മുഖങ്ങളാണ്. ആർക്കും തന്നെ അറിയുവാൻ സാധ്യതയില്ലാത്തതാകുന്ന ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തരുന്നതും ആമേൻ സ്തോത്രം ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഇടയാകുന്നത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. എനിക്ക് മുമ്പായി ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരിയോടുള്ള അഭിനന്ദനങ്ങൾ ഈ സമയം, അഭിവാദ്യങ്ങളൊക്കെ ഈ സമയം ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി ശുശ്രൂഷകളിലൂടെ ദൈവം മാനിക്കട്ടെ എന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അല്പനേരത്തെ വചന ധ്യാനത്തിനായി നമുക്ക് ഒരു വേദവാഹം വായിക്കാം. ഉത്തമഗീത പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. പ്രൈസ് ഗോഡ്. വളരെ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും സുപരിചിതമാകുന്ന ഒരു വേദവാഹമാണ് ഞാൻ വായിച്ചത്. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ഒരു കാര്യവും കൂടെ പറയാൻ ഞാൻ വിട്ടുപോയി. ഞാൻ ഈ പ്ലാറ്റ്ഫോമിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്ത് തന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്റെ സുഹൃത്തുക്കൾ പലരും ഇതിൽ പ്രസംഗിച്ചതായി കണ്ടു. പ്രൈസ് ഗോഡ്. ഞാൻ അവരോടൊന്നും സംസാരിച്ചില്ല, എങ്കിലും ചിലപ്പോൾ അവരും കുറെ നാളുകളായി കാണാതിരുന്ന കുറെ പഴയ സുഹൃത്തുക്കൾ ഇതിലൂടെ സംസാരിച്ചതായി കാണുവാനായി കഴിഞ്ഞു എന്ന് ഓർത്തപ്പോൾ അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. അവരോടും പ്രിയ അനിച്ചായന്, ഐസക്കച്ചാൻ എപ്പോഴെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ അവരോടുമുള്ള സ്നേഹവന്ദനങ്ങൾ ഇതിലൂടെ ഞാൻ അറിയിക്കുക. അവർ ഇതിനകത്ത് കയറിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ഓക്കെ, വേഗത്തിൽ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വിഷയം ആമേൻ സ്തോത്രം പലപ്പോഴും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ നാം അഭിമുഖീകരിക്കുന്നതാകുന്ന ഏറ്റവും വലിയ ചലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഏകാഗ്രത. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം നമ്മൾ പലപ്പോഴും സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതുന്നുണ്ട്. 63ാമത്തെ സങ്കീർത്തനം എഴുതുമ്പോൾ, രാവിലെ അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. പ്രൈസ് ഗോഡ്. കാരണം ഒരു ഭക്തൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം അവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ ആമേൻ സ്തോത്രം എന്റെ ജഡവും ദേഹിയും ആത്മാവും ഒരുപോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏകാഗ്രതയോടുകൂടെ കടന്നു വരിക എന്നുള്ളത് ഏറ്റവും ശ്രമകരമാകുന്ന ഒരു വിഷയമാണ്. ആമേൻ ഹല്ലേലൂയ. കാരണം ഇത് ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമാണ്, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാർട്ട്. കാരണം നമ്മൾ ഇവിടെ ഇന്ന് ഈ സൂം മീറ്റിംഗിലായിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നമ്മൾ വർഷിപ്പിലോ എവിടെ ആയിരുന്നാലും
നമ്മുടെ മനസ്സ് ചിലപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ എന്റെ ദേശം കടമ്പനാട്ടോ ഒക്കെ ആയിരിക്കും. പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകും. ഇന്ന് രാവിലെ എന്തുവാണ് ചെയ്തത്, വൈകുന്നേരം എന്തുവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എന്തുവാണ് ചെയ്യേണ്ടത് എന്നുള്ള പലവിധമാകുന്ന ചിന്താകുലങ്ങളാൽ നാം പലപ്പോഴും നമ്മുടെ മനസ്സ് ചിതറിപ്പോകും. ഇങ്ങനെയുള്ള ഇടത്താണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, എന്റെ ദേഹവും ദേഹിയും ആത്മാവും എല്ലാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടുകൂടെ വരണം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, പ്രാരംഭത്തിങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ടുള്ള ആമേസ്തോത്രം ഒരു ചിന്ത ഇതാണ്. ആമേസ്തോത്രം നമ്മുടെ നാം ക്രിസ്തു വിഷയവുമായി അടുത്തു വരുമ്പോൾ ആമേസ്തോത്രം നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ഒക്കെ ഒരുമിച്ച് നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയുന്നതാകുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു കൂട്ടായ്മയും വാസവും നമ്മുടെ ഇടയിൽ ഉണ്ടായെങ്കിലേ മതിയാകുകയുള്ളൂ. പ്രൈസ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലായിരുന്ന സമയത്ത് അവനിൽ ചുറ്റിയിരുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇവർ എന്റെ അടുത്തുണ്ട് എങ്കിലും ഹൃദയം എന്നിൽ നിന്ന് അകന്ന. പ്രൈസ് ഗോഡ്. യേശുവിന്റെ സന്നിധിയിൽ യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വചനങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ആമേസ്തോത്രം യേശുവിനോടൊപ്പം നിന്നിരുന്നവരോടുള്ള ബന്ധത്തിൽ യേശു പറയുന്ന വസ്തുതാപരമാകുന്ന ഒരു വിഷയമാണ്. എന്നാൽ പൗലോസ് ആകട്ടെ വേറൊരു തരത്തിലാണ് ഇതിനെ പറയുന്നത്. പൗലോസ് പറയുന്നത് ആത്മാവ് ഒരുക്കമുള്ളതാ, എങ്കിലും ജഡം എന്താ? ബലഹീനതയാ. പ്രൈസ് ഗോഡ്. എന്റെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഒരുക്കമുള്ളതായി വരുന്നതാകുന്ന എന്റെ ആത്മാവിനെ പോലും ജഡത്തിന്റെ ഇച്ഛകൾ കാരണം എനിക്ക് ഒരുക്കമുള്ള ആത്മാവിനെ പോലും എനിക്ക് അത് നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ എനിക്ക് ഒന്ന് വളർത്തുവാൻ കഴിയാത്തതാകുന്ന അനുഭവം പലപ്പോഴും ഉണ്ടാകുമെന്ന് പൗലോസും പഠിപ്പിക്കുമ്പോൾ നാം പൗലോസോ അല്ലെങ്കിൽ അത്രമേൽ തീഷ്ണതയേറിയതാകുന്ന വിശ്വാസ വീരന്മാരോ ഒന്നും ആമേസ്തോത്രം ആകുമോ എന്ന് പലപ്പോഴും സംശയമുള്ളത് കൊണ്ട് പ്രൈസ് ഗോഡ്, പ്രിയ ദൈവമേ, നാം എത്രയധികം ശ്രദ്ധയോടുകൂടെ ആമേൻ ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുമ്പോൾ അല്പനേരമേ ഉള്ളൂ എങ്കിലും നമ്മുടെ ഹൃദയത്തെയും ദേഹത്തെയും ഒക്കെ ഒരുമിച്ച് ആമേൻ സ്തോത്രം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് നിങ്ങളോട് പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവജനങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഞങ്ങൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ്, അത് ആവർത്തിയിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ ആമേൻ സ്തോത്രം ഏറ്റവും നല്ലൊരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് ആമേൻ സ്തോത്രം ചില നല്ല ചിന്തകൾ ആമേൻ സ്തോത്രം പറയുവാനായിട്ട് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും വായിച്ച വേദഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടെ വേഗത്തിൽ വരുന്നു. എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, മുദ്രയിട്ടിരിക്കുന്ന നീരുറവ്, അടച്ചിരിക്കുന്ന നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്. പ്രൈസ് ഗോഡ്. ഈ പശ്ചാത്തലം നമുക്കറിയാം. ആമേൻ സ്തോത്രം. പാലസ്തീൻ വടക്ക് ഇസാക്കാർ ഗോത്രത്തിൽ ശൂനേം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഇടയ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ ഗ്രാമം വിളിച്ച പേര് അല്ലെങ്കിൽ നാട് വിളിച്ച പേര് ശൂനേംകാരത്തി എന്നാണ്. ഈ ശൂനേംകാരത്തി സ്തോത്രം അവൾ ഒരിക്കൽ കൂട്ടുകാരോടൊത്ത് അവിടെ ആയിരുന്ന സമയത്ത് ജ്ഞാനികളിൽ ജ്ഞാനിയാകുന്ന ശലോമോൻ തന്റെ പ്രൗഢിയേറിയതാകുന്ന കുതിരപ്പുറത്ത് ഇങ്ങനെ കടന്നു വരുമ്പോൾ, കുതിരസവാരി ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ ദൂരെ നിൽക്കുന്ന ശൂനേംകാരത്തെ കണ്ട് തനിക്ക് ഇഷ്ടപ്പെടുകയും അവളെ തന്റെ കൊട്ടാരത്തിലേക്ക് ബലാത്കാരമായി കൊണ്ടുപോവുകയും ചെയ്യുന്നിടത്താണ് ഉത്തമഗീത പുസ്തകത്തിന്റെ പ്രാരംഭം നടക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാനിത് പറയുവാൻ ഇടയായി തീർന്ന ഒരു പ്രാധാന്യമേറിയതാകുന്ന ചിന്തയാ. എന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന യുവതലമുറകളിൽപ്പെട്ടവരും ആമേൻ അല്ലെങ്കിൽ ദൈവിക ദാസിദാസന്മാരോടുള്ള ബന്ധത്തിൽ ആമേൻ സ്തോത്രം പറഞ്ഞു തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമേറിയതാകുന്ന ഒരു ചിന്തയാണ് ഇതിന് അടിസ്ഥാനമായി ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് ആമേൻ കാരണം രാജാവ് തന്റെ സകലവിധമാകുന്ന രാജസൗകര്യങ്ങളോടും കൂടെ ആമേൻ സ്തോത്രം അദ്ദേഹം തന്റെ ലോകത്തിലുള്ള പലവിധമാകുന്ന പ്രൗഢിയോടും കൂടെ ഒരു യുവതിയെ, ശൂനേംകാരത്തിയെ അല്ലെങ്കിൽ അവന്റെ ഇഷ്ടത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുന്നു. അനേക കന്യകമാരിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ, അനേക തരത്തിൽ ഈ സാമ്പത്തികമാകുന്ന തലങ്ങളിൽ, ലോകപ്രകമാകുന്ന തലങ്ങളിൽ തന്റെ ഇഷ്ടത്തിലേക്ക് ഇവളെ നയിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആമേൻ, എന്നാൽ ഈ ശൂനേംകാരത്തി ചെയ്യുന്നതാകുന്ന ഒരു കാര്യമുണ്ട്. അവളുടെ ഹൃദയം ഓൾറെഡി ആമേൻ സ്തോത്രം തന്റെ പ്രിയനാകുന്ന ഒരു ഇടയ ബാലനെ കൈമാറിയിരുന്നു.
ഒരു ഉടമ്പടി ചെയ്തിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് ഏറ്റവും വലിയ പ്രേമകാവ്യമായി നാം കാണുന്നത് പലപ്പോഴും ശലോമോന്റെ പ്രേമമായിട്ടാ. എന്നാൽ അങ്ങനെയല്ല. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. ഈ ശൂനേംകാരത്തിക്ക് തന്റെ പ്രിയനോട് തോന്നിയ സ്നേഹത്തെ മഹത്തരമാകുന്ന സ്നേഹമായി നമുക്ക് കാണുവാനായി കഴിയും. കാരണം എന്തെന്നറിയാമോ? ഒരു രാജാവ് കൊടുത്തതാകുന്ന, അല്ലെങ്കിൽ രാജാവ് പ്രോമിസ് ചെയ്തതാകുന്ന പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും ലോകത്തിൻ്റെതാകുന്ന സൗകര്യങ്ങളെയും ഒക്കെ സ്തോത്രം അവൾ വിശ്വസിച്ചതും അവൾ സ്നേഹിച്ചതുമാകുന്ന സ്തോത്രം ചില നിലപാടുകൾക്ക് വേണ്ടി അടിയറവ് പറയാതെ വെച്ചപ്പോൾ, പ്രിയ ദൈവജനമേ, സ്തോത്രം, ഇത് ക്രിസ്തു ദൈവിക സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാനായി ആഗ്രഹിക്കുന്ന വിഷയം, ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്കൊരു ഉടമ്പടി എന്റെ രക്ഷിതാവാകുന്ന ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുണ്ട്. എന്നെ രക്ഷിച്ച സ്തോത്രം, ഞാൻ അവനുമായി ഉഭയസമ്മതം ചെയ്തിരിക്കുന്ന മണവാട്ടിയാകയാൽ ഈ ലോകത്തിന്റെ മോഹങ്ങളും ഈ ലോകത്തിൻ്റെതാകുന്ന വാഴ്ചകളും എന്നെ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ വേണ്ടി മാടി വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, നിലപാടുകളില്ലാതെ പ്രമാണങ്ങളെ വിട്ടു പോകുന്നുവെങ്കിൽ ഇന്ന് ശൂനേംകാരിത്തിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള ഏറ്റവും വലിയ ദൂത, നിലപാടുകൾക്ക് വേണ്ടി, വിശ്വസിച്ച പ്രമാണങ്ങൾക്ക് വേണ്ടി അന്ത്യത്തോളം മരിക്കേണ്ടി വന്നാലും നിലനിൽക്കണമെന്ന് എത്ര ദൈവജനത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളെ പലപ്പോഴും അതിനുവേണ്ടി നമുക്ക് ചിലപ്പോൾ ദീപത്യാഗം ചെയ്യേണ്ടി വരാം. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആരെ അന്വേഷിച്ചിറങ്ങി എന്നുള്ള പൂർണ്ണമാകുന്ന ബോധ്യത്തിൽ നമുക്ക് ഓരോ ദിവസവും ക്രിസ്തുവിൽ വളരുവാനിടയായി തീരണം. ഹല്ലേലൂയ. യെശയ്യാവ് എന്ന് പറയുന്ന മഹാനാകുന്ന പ്രവാചകൻ നിലപാടുകൾക്ക് വേണ്ടി നിന്നതിന് താൻ കൊടുക്കേണ്ടി വന്നത് അവന്റെ ജീവനാ. പ്രൈസ് ഗോഡ്. മനശ്ശെയുടെ സ്തോത്രം, ഹല്ലേലൂയ, നമുക്കറിയാവുന്ന പശ്ചാത്തലം. മനശ്ശെയുടെ സൈന്യം അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി കൊല്ലുവാൻ ഓടിച്ചപ്പോൾ താൻ പ്രാണഭയത്തിൽ താൻ കാടുകളിലേക്ക് ഓടിപ്പോയി അഭയം പ്രാപിക്കുന്നിടത്തും അവനെ വിടാതെ പിഞ്ചെന്ന് മരപ്പൊത്തിൽ ഒളിച്ചിരുന്ന യെശയ്യാവിനെ ഈർച്ചവാളാൽ കൊന്നതിനെ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് ഈർച്ചവാളാൽ ചിലർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. പ്രൈസ് ഗോഡ്. കാരണം എന്തെന്നറിയാമോ? രാജമുഖം നോക്കാതെ, രാജാവെന്ന് നോക്കാതെ, താൻ വിശ്വസിച്ച പ്രമാണത്തിനും താൻ നിലനിൽക്കുന്ന, ആർക്കു വേണ്ടിയാണോ നിൽക്കുന്നത് അവർക്കു വേണ്ടി നിലനിന്ന സ്തോത്രം യെശയ്യാവ് പേടി കൂടാതെ സ്തോത്രം താൻ വിശ്വസിച്ചതിനു വേണ്ടി നിലനിൽക്കുന്നതിന് പലപ്പോഴും ലോകം നമ്മളെ തള്ളിയേക്കാം, ലോകം നമ്മളെ ഉപദ്രവിച്ചേക്കാം. എങ്കിലും പ്രിയപ്പെട്ട ദൈവജനമേ, എനിക്ക് വേണ്ടി നിലനിൽക്കുന്ന, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഓരോ സമയത്തും നമുക്ക് ഓർക്കുവാൻ, വിശ്വസിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 പദങ്ങളിൽ നിന്നാണ് ഞാൻ ചിന്തിക്കുവാൻ, നിങ്ങളോട് സ്തോത്രം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ കൈമാറുവാനായി ആഗ്രഹിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. പ്രൈസ് ഗോഡ്. 2 പറഞ്ഞിരിക്കുന്നു അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, 3 മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭദ്രതയേറിയതാകുന്ന ഒരു ഉറപ്പാ. പ്രൈസ് ഗോഡ്. നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, സ്തോത്രം, ദൈവിക വിശ്വാസങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം പോലെ നമ്മളെ കാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നാം വിശ്വസിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2 പറഞ്ഞിരിക്കുക അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, ആർക്കും അപകരിച്ചു കളയാതിരിക്കത്തക്കവണ്ണം, സ്തോത്രം, എനിക്ക് വേണ്ടി സ്തോത്രം അടച്ചു വച്ചിരിക്കുന്ന ഒരു നീരുറവ്, വേറെ ആർക്കും കൊടുക്കാതെ, 3 മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്. ഈ ചിന്തകളിലേക്കാകുന്നു ഞാൻ വേഗത്തിൽ സ്തോത്രം അടുത്തതായി കടന്നു പോകുവാനായി ആഗ്രഹിക്കുന്നത്. നിലപാടുകൾക്ക് വേണ്ടി നിൽക്കുവാൻ, പ്രൈസ് ഗോഡ്, വിശ്വസിച്ച പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ, അതിനുവേണ്ടി ലോകം സ്തോത്രം പലവിധമാകുന്ന ജീവിത സാഹചര്യങ്ങളാകാം, ജീവിതമാകുന്ന സ്തോത്രം അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന്, പഴയ നിയമവും പുതിയ നിയമത്തിൽ നിന്നും നമുക്ക് എടുക്കുവാനായി കഴിയുമെങ്കിലും, പ്രൈസ് ഗോഡ്, അതൊന്നും എടുക്കാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തുവാനായി ആഗ്രഹിക്കുക. ഞാൻ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി അന്ത്യത്തോളം നിൽക്കുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം പലതരത്തിലുള്ള തോട്ടങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായി കഴിയും. പ്രൈസ് ഗോഡ്. പലതരത്തിലുള്ള തോട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മുന്തിരിത്തോട്ടമാണ്. പ്രൈസ് ഗോഡ്. കാരണം നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്നതാകുന്ന ഒരു അനുഭവമാണ് മുന്തിരിയുടെ അനുഭവം. പ്രൈസ് ഗോഡ്. ഇന്ന് സഹോദരൻ 2 തോട്ടങ്ങളെ കുറിച്ചാകുന്നു സഹോദരൻ ഇതിൽ നിന്റെ ആസ്പദമായി ഞാൻ സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നത്. ഒന്ന്
എന്റെ സമയം ഞാൻ അതിനുള്ളിൽ ഞാൻ സമയം കൂടെ നോക്കട്ടെ. ഞാൻ പെട്ടെന്ന് ഓക്കെ, 2 തോട്ടങ്ങളെ കുറിച്ചാകുന്നു ഞാൻ സംസാരിക്കുവാനായി പോകുന്നത്. ആമേൻ. ഒന്ന്, ആമേൻ സ്തോത്രം, ഒലിവ് തോട്ടം. 2, ആമേൻ സ്തോത്രം, മുന്തിരിത്തോട്ടം. പ്രൈസ് ഗോഡ്. നമുക്ക് രണ്ടും അറിയാവുന്നതാണ്. ഒലിവ് എന്തിനെ കാണിക്കുന്നു? ഒലിവ് കാണിക്കുന്നത്, ആമേൻ സ്തോത്രം, പലപ്പോഴും പലതരത്തിൽ അതിന് എക്സ്പ്ലനേഷൻ ഉണ്ട്. എങ്കിലും ഞാൻ ഇന്ന് എടുക്കുവാനായി ആഗ്രഹിക്കുന്ന ഒരു ഉപോത്പകം നിങ്ങൾ എന്നോട് ചോദിക്കരുത്. എന്റെ ഒരു പ്രിപ്പറേഷനിൽ ഞാൻ, ആമേൻ സ്തോത്രം, എന്റെ പ്രസംഗ വിഷയത്തെ സാധൂകരിക്കുവാൻ വേണ്ടി ഞാൻ, ആമേൻ സ്തോത്രം, പ്രസംഗിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഒലിവ് കാണിക്കുന്നത് ഒരു പകർച്ചയാണ്, അഭിഷേകത്തെയാണ്. ഹല്ലേലൂയ. വിശ്വാസ ജീവിതവുമായി നമുക്കതിനെ കാണുവാനായി കഴിയും. പ്രൈസ് ഗോഡ്. എന്നാൽ മുന്തിരി പലപ്പോഴും എടുത്തു കാണിച്ചിട്ടുള്ളത്, പ്രൈസ് ഗോഡ്, ആമേൻ, ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, ധ്യാനവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഭൗതിക അനുഗ്രഹം നേടിയതിനെക്കാട്ടിൽ എന്റെ ഹൃദയത്തിൽ നീ തന്ന ആത്മീയ സന്തോഷത്തെ വലുതായി കാണുവാൻ ഒരു ഭക്തന് കഴിഞ്ഞപ്പോൾ ഭക്തൻ പറയുന്നതാകുന്ന പ്രസ്തുത വാക്കുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ഒലിവിനൊരു പ്രത്യേകതയുണ്ട്. ഒലിവ്, ആമേൻ സ്തോത്രം, ആ പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? എന്റെ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ ഞാൻ അതിനെ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് വരച്ചു കാണിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ഈ ബൈബിളിൽ ഞാനൊരു വേദവിദ്യാർത്ഥിയാണ്. ഞാൻ എന്റെ പഠനവുമായി ബന്ധപ്പെട്ട അനേക ഇടങ്ങളിൽ ഞാൻ ഇത് റെഫർ ചെയ്ത സമയത്ത് ഞാൻ ഇതിനൊരു വേലി കെട്ടിയതായി കാണുന്നില്ല പുറമെ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. വേലി കെട്ടി കിടക്കുന്നതായിട്ട് എനിക്ക് കാണുവാനായി കഴിഞ്ഞില്ല. എന്നാൽ മുന്തിരിത്തോട്ടത്തിന് അനേക ഇടങ്ങളിൽ വേലി കെട്ടി കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനും കഴിയുന്നു. ഇത് ഞാൻ, ആമേൻ സ്തോത്രം, ഞാൻ അതിനെ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. ആമേൻ സ്തോത്രം. അതെന്താണെന്ന് ചോദിച്ചാൽ, എന്റെ വിശ്വാസ ജീവിതത്തെ അത് വേലി കെട്ടുവാൻ വേറെ ഒരുത്തിന്റെയും ആവശ്യമില്ല, വേറൊരു വ്യക്തിയുടെ ആവശ്യമില്ല. അത് ഞാൻ തന്നെ കെട്ടണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്റെ വിശ്വാസ ജീവിതത്തിന്, ആമേൻ, വേറൊരു വേലിയുടെ ആവശ്യമില്ല. അത് ഞാൻ കെട്ടി സംരക്ഷിക്കേണ്ടതാകുന്ന, ആമേൻ സ്തോത്രം, ഒരു അനുഭവമാണ്. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ വേലി കെട്ടിക്കാത്താൽ നിങ്ങളുടെ ആത്മീക ഫലങ്ങളെ വേലി കെട്ടിക്കാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മീക ഫലങ്ങളെ, നിങ്ങളുടെ ആത്മീക സന്തോഷങ്ങളെ, നിങ്ങളുടെ സമാധാനത്തെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആത്മാവിന്റെ എല്ലാ ഫലങ്ങളെയും അത് ശത്രു വന്ന് അപകരിച്ചു കളയാതിരിക്കേണ്ടുന്നതിന് വേലി കെട്ടി കാക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുണ്ട് എന്ന് ഇന്ന് നാം തിരിച്ചറിയുവാനിടയായി തീരണം. എന്നാൽ എന്താണ്? എന്റെ വിശ്വാസ ജീവിതത്തിന്റെ, ആമേൻ സ്തോത്രം, ആമേൻ, തുടക്കം മുതൽ അവസാനം വരെ, ആമേൻ സ്തോത്രം, ക്രിസ്തുവിനോട് ചേരുന്നതാൾ വരെ, ആമേൻ സ്തോത്രം, ആമേൻ, എന്റെ വേലി, ആമേൻ സ്തോത്രം, എന്റെ വിശ്വാസ ജീവിതത്തിന്റെ സംരക്ഷണം ഞാൻ ചെയ്താൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതായത് എന്റെ വിശ്വാസ ജീവിതത്തെ പാതി വഴിയിൽ ഞാൻ മുക്കാതിരുന്നാൽ, ആമേൻ. ഞാൻ ഇന്ന് രാവിലെ ശുശ്രൂഷിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ചിലർ നല്ല മനസ്സാക്ഷി വിട്ട് അവരുടെ വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു? ആമേൻ സ്തോത്രം, മുങ്ങിപ്പോയി. പ്രൈസ് ഗോഡ്. അങ്ങനെ ഞാൻ മുക്കാതിരുന്നാൽ, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, എന്റെ ഭൗതിക തലങ്ങളെയും എന്റെ ആത്മീക ഫലങ്ങളെയും വേലി കെട്ടിക്കാക്കുന്ന ഒരു പൊന്നു തമ്പുരാനുണ്ട് എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയുകയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ, ആമേൻ സ്തോത്രം, ഈ ഒലിവിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനവും, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായവും രണ്ടും നമ്മൾ ഒരുമിച്ച് താരതമ്യം ചെയ്തതിനെ ഒന്ന് പഠിച്ചാൽ, ആമേൻ സ്തോത്രം, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ, ആമേൻ, ഇങ്ങനെ നമുക്ക് കാണുവാനായി കഴിയും. 11-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ആകുന്നു: ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേറെ വിശുദ്ധമെങ്കിലും കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർത്തു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നത്. നമുക്കറിയാവുന്ന ആമേൻ സ്തോത്രം വേദഭാഗങ്ങളാണ്. പ്രൈസ് ഗോഡ്. അവിടെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളെ എങ്ങനെ കയറും പിടിച്ച് ക്രിസ്തു നടത്തിയെന്ന് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പഠിപ്പിക്കുകയാ. പ്രൈസ് ഗോഡ്. നാം, ആമേൻ സ്തോത്രം, നാട്ടൊലിവിനോട് കാട്ടൊലിവായിരുന്ന എന്നെയും നിങ്ങളെയും, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, ഒട്ടും യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത്, ആമേൻ സ്തോത്രം, നാട്ടൊലിവിന്റെ ചില കൊമ്പുകളെ വെട്ടിക്കളഞ്ഞ്, ആമേൻ, എന്നെ ഒട്ടിച്ചു ചേർത്ത ആ ഒരു അനുഭവം ഉണ്ടല്ലോ. പ്രൈസ് ഗോഡ്. അതിനുശേഷം താഴോട്ട് വായിക്കുമ്പോൾ പറയുകയാണ്, ആമേൻ സ്തോത്രം, ഞാൻ ഇനി അതിൽ നിന്ന് ഫലങ്ങളെ പുറപ്പെടുവിച്ചില്ലെങ്കിൽ, ആമേൻ സ്തോത്രം, സ്വന്തം കൊമ്പുകളെ ആദരിക്കാതിരുന്ന ദൈവം നമ്മളെ എങ്ങനെ,
ആമേ സ്വത്രം, ആമേ സ്വഭാവത്താൽ കാട്ടുമരതായി നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്താൽ വിരോധമായി നല്ല ഒലിവു മരത്തിൽ ഒട്ടിച്ചു ചേർത്തുവെങ്കിൽ സ്വാഭാവികമാകുന്ന കൊമ്പുകളായവരെ സ്വന്തമായ ഒരു മരത്തിൽ നിന്ന് എത്രയധികം ഒട്ടിക്കും. പ്രൈസ് ഗോഡ്. ഈ നല്ല ചിന്ത ഓരോ ദിവസവും നമ്മളിൽ വഹിക്കുവാനിടയായി തീരണം. അയോഗ്യതകളുടെ സ്ഥാനത്ത് ആമേ സ്വതന്ത്രം ഒട്ടും ആമേ സ്വതന്ത്രം ഞാൻ ചേരുവാൻ സാധ്യതയില്ലാതിരുന്ന ഒരു നേച്ചറിലേക്ക് ആമേ സ്വതന്ത്രം ഒരു ബഡ്ഡിങ് പ്രോസസ്സിൽ എന്നെ ഒട്ടിച്ചു ചേർത്ത ആമേൻ ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടല്ലോ ആമേ സ്വതന്ത്രം. ഇനി ആമേ സ്വതന്ത്രം ആ നല്ല ഒലിവ് മരത്തിൽ നിന്ന് ആമേ സ്വതന്ത്രം എന്ത് ചെയ്യണം? ഞാൻ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, ആമേ സ്വത്രം, അപ്രകാരം ഒരു ക്രിസ്തീയ ജീവിതം നമുക്കൊന്ന് നയിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ സംരക്ഷണ നാം ചെയ്യുവാനിടയായി തീരണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. മുന്തിരിയെ കുറിച്ചിട്ടുള്ള അനുഭവത്തെ കുറിച്ച് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായി കഴിയുന്നു. ആമേൻ. ആമേൻ എന്ത് ചെയ്യുന്നു? യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്, മുന്തിരിത്തോട്ടം അവൻ എന്ത് ചെയ്തു? കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അതിനവൻ എന്ത് ചെയ്തു? വേലി കെട്ടി. വേലി കെട്ടുക മാത്രമല്ല ചെയ്യുന്നത്, ആമേ സ്വതന്ത്രം, അതിനെ കല്ലുകൾ പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി നട്ടു. പ്രൈസ് ഗോഡ്. ആമേൻ. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമേ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് ആമേൻ ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ ഇത് ആമേൻ സ്വതന്ത്രം ഇത് എഴുതിയിരിക്കുന്നത് എങ്കിലും ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്ക് അതിനെ നേടിയെടുക്കുവാനിടയായി തീരണം. നമ്മളെ ദൂരമേ വെച്ച് കണ്ടതാ. പ്രൈസ് ഗോഡ്. അയോഗ്യതകളുടെ സ്ഥാനത്ത് കാട്ടൊലിവായിരുന്ന എന്നെയും നിങ്ങളെയും ചേർത്തൊട്ടിച്ചതാ. ഇന്ന് എന്റെ ആത്മീക ഫലങ്ങൾ ഇന്ന് ഞാൻ പുറപ്പെടുവിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആ ഫലങ്ങളെ ആമേൻ വേലി കെട്ടി കാക്കുവാൻ ആമേൻ സ്വത്രം ആമേൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു തോട്ടത്തിന്റെ നടുവിൽ ഒരു ഗോപുരമുണ്ട്. പ്രൈസ് ഗോഡ്. എന്തിനാ ആ ഗോപുരം? പ്രൈസ് ഗോഡ്. ആമേൻ. ശത്രുക്കൾ ആരെങ്കിലും ദൂരമയിൽ നിന്ന് എന്നെ സ്തോത്രം തകർക്കുവാനോ നശിപ്പിക്കുവാനോ എന്റെ നന്മകളെ അപഹരിക്കാനോ വരുന്നുണ്ടോ എന്ന് ദൂരമേ ദീർഘവീക്ഷണത്തിൽ നോക്കുവാൻ ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ പ്രാർത്ഥന എന്ന ദീർഘവീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രൈസ് ഗോഡ്. ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ സ്വതന്ത്രം പ്രാർത്ഥനയുടെ ഒരു ദീർഘവീക്ഷണം. പ്രൈസ് ഗോഡ്. ആമേൻ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം വെള്ളം തിളയ്ക്കുന്നത് പോലെ ആമേൻ സ്വത്രം ആമേൻ ഹല്ലേലൂയ തീങ്കൽ ആമേൻ സ്വത്രം ചുള്ളി കത്തുന്നത് പോലെ ആമേൻ സ്വർഗം കീറി ഇറങ്ങി വന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് യെശയ്യാവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ണെന്നറിയാമോ? ആ പ്രാർത്ഥന തന്റെ ഘട്ടത്തിൽ സകലതും നശിക്കും, അവരെ നശിപ്പിക്കും, അവരുടെ വേലികൾ ആമേൻ സ്വതന്ത്രം. ഇവിടെ യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ താഴേക്ക് വായിക്കുമ്പോൾ അവരുടെ ആമേൻ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന്റെ വേലികളെ തകർത്തു കളയുമ്പോൾ ആമേൻ ഒരു ജനത മൊത്തം വന്ന് തന്റെ സ്വന്തം ജനത്തെ നശിപ്പിക്കുമെന്നുള്ള ദീർഘവീക്ഷണം പ്രാർത്ഥന മുറിക്കുള്ളിൽ കാണുന്ന യെശയ്യാവിന് മിണ്ടാതിരിക്കുവാനായി കഴിയത്തില്ല. യെശയ്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നീ ഒന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചുവെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രാർത്ഥനയുടെ ആഴം എന്തുവാണെന്നറിയാമോ? ആ പ്രാർത്ഥനയുടെ ആഴം വേറെ ഒന്നുമല്ല. ഇവർ ഭൗതിക അനുഗ്രഹം നേടിയില്ലെങ്കിലും, ഭൗതികതയിൽ ഇവരെ അനുഗ്രഹിച്ചില്ലെങ്കിലും ആമേൻ വരുവാനുള്ള ഈ അനർത്ഥത്തിൽ നിന്ന് അപ്പാ പിതാവെ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയുണ്ടല്ലോ. പ്രിയ ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, ആമേൻ നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരങ്ങളോ ഒരു ഭൗതിക അനുഗ്രഹം നേടുന്നതിന്റെ അപ്പുറത്ത് വരുവാനുള്ള ഈ അനർത്ഥത്തിൽ നിന്നെയും എന്റെയും എന്റെ കുഞ്ഞുങ്ങളെയും മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യെശയ്യാവിനോടൊത്ത് നമുക്കും പ്രാർത്ഥിക്കാം കഴിയണം. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം തീങ്കൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ തീങ്കൽ ചൂടുന്നത് പോലെ വന്നു ആവശ്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബജീവിതം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ബ്രദന്മാരെ ഇന്ന് സഭയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് അനർത്ഥങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ഗോപുരം ഇന്ന് ദൈവിക മക്കൾ ദൈവിക സഭയ്ക്കകത്ത് കുടുംബത്തിനകത്ത് ഒന്ന് കെട്ടിപ്പൊക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ താഴേക്ക് യെശയ്യാവിന്റെ പുസ്തകം താഴേക്ക് നോക്കുകയാണെങ്കിൽ ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ അവർക്ക് വേലി കെട്ടി ഒരു സംരക്ഷണ ദൈവം ഒരുക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ സ്തോത്രം, ഈ വേലി പൊളിക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ ആമേൻ സ്തോത്രം എന്നോട് വിഷമിക്കരുത്. പ്രൈസ് ഗോഡ്. കാരണം എന്തെന്നറിയാമോ? നല്ല ഫലങ്ങളെ
ആമേൻ സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളെ നാം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ആമേൻ സ്തോത്രം, അത് അനേക ഇടങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയും. പ്രൈസ് ഗോഡ്. എന്റെ യേശു ഒപ്പന വേലി അങ്ങ് പൊളിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് അപ്രകാരം ഒരു ആമേൻ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടവരാതെ ആമേൻ എത്രയധികം ശ്രദ്ധയോടുകൂടെ നമ്മുടെ വേലി, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ സംരക്ഷണ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ സംരക്ഷണ നമുക്കൊന്ന് നിയന്ത്രിക്കുവാനും അതിനെ കരുതുവാനും കാത്തുകൊള്ളുവാനും നാം എത്രയധികം ശ്രദ്ധയോടുകൂടെ ഈ കാലഘട്ടത്തിലായിരിക്കുവാൻ ഇടവരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ അപ്രകാരം നമുക്ക് വളരുവാൻ ഇടവരട്ടെ. അപ്രകാരം നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് മാറ്റുവാൻ, പ്രാർത്ഥനയുടെ ഒരു ഗോപുരം പണിയുവാൻ. നിങ്ങളുടെ ആമേൻ സ്തോത്രം, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ടൈറ്റിൽ തന്നെ അങ്ങനെയാണല്ലോ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നല്ല ജനങ്ങൾ, അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ സ്തോത്രം ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ആമേൻ സ്തോത്രം. ഞാൻ ആമേൻ ചിന്തിച്ചു തുടങ്ങിയതാകുന്ന ആദ്യത്തെ ചിന്ത ഇങ്ങനെയായിരുന്നു: നിലപാടുകൾക്ക് വേണ്ടി, വിശ്വസിച്ച വിശ്വാസങ്ങൾക്ക് വേണ്ടി നാം നിലനിൽക്കുന്നവരായിരിക്കണം. രണ്ട്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ആത്മീയ ജീവിതത്തിൽ എന്റെ വിശ്വാസ ജീവിതത്തിന്റെ വേലി ഞാൻ കെട്ടുവാനിടയായി, അല്ലെങ്കിൽ ഫലങ്ങളുടെ വേലിയെ ആമേൻ സംരക്ഷണ ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിൽക്കും. എന്റെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന ഒരു ആത്മാവുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്റെ സന്തോഷത്തെയും സമാധാനത്തെയും ആമേൻ ആത്മീക എല്ലാ ഫലങ്ങളെയും ശത്രുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: ശത്രുവിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. എന്തുവാണ് അവന്റെ തന്ത്രം? ആമേൻ സ്തോത്രം, ദൈവിക ജനത്തിന്റെ സന്തോഷത്തെയും സമാധാനത്തെയും നശിപ്പിക്കുക എന്നുള്ളതാ. നിങ്ങൾ സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നത് ആമേൻ ഒരിക്കലും ആഗ്രഹമല്ലാത്തൊരു ബാഹ്യശക്തി പുറത്തുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. നിങ്ങളുടെ ആമേൻ സ്തോത്രം ഏറ്റവും വലിയതാകുന്ന അവന്റെ ആമേൻ സ്തോത്രം ഏറ്റവും വലിയ ആയുധം തന്നെ നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കുക എന്നുള്ളതാ. നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും നശിച്ചാൽ വളരെ എളുപ്പമാണ് നിങ്ങളുടെ ഇടയിൽ ആമേൻ ശത്രുവിൻ്റെതാകുന്ന സാത്താന്റേതാകുന്ന പദ്ധതികൾ മെനഞ്ഞൊരുക്കുവാൻ. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമേ, എന്റെ സന്തോഷത്തെയും സമാധാനത്തിന്റെയും വേലി എന്റെ ആമേൻ എന്നിൽ പകർന്നിരിക്കുന്ന ഒരു ആത്മാവിനാൽ അത് നേടിയെടുക്കുവാനായി കഴിയും. പ്രൈസ് ഗോഡ്. ആമേൻ. അതിന് വേണ്ടുന്നത് എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഭദ്രത ഓരോ ദിവസവും ഞാൻ ഉറപ്പിക്കുക എന്നുള്ളതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. വേഗത്തിൽ ആമേൻ സ്തോത്രം, അടുത്ത ആമേൻ വാക്ക് ഇങ്ങനെയാണ്: അടച്ചിരിക്കുന്ന ഒരു നീരുറവ. അനേക നീരുറവുകളെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനിടയായി തീരും. ആമേൻ സ്തോത്രം. അതില് അനേക നീരുറവുകളുണ്ട്. ആമേൻ സ്തോത്രം. നമുക്ക് ഹാഗാറിന് തുറന്നു കൊടുത്ത നീരുറവ, അങ്ങനെ ഒട്ടനവധി നീരുറവുകൾ നമുക്ക് കാണുവാനൊക്കെ. എന്നാൽ ഇന്ന് ഞാൻ ആമേൻ സ്തോത്രം ഇതിനെ ആസ്പദമാക്കി എടുത്തത് ആമേൻ ആമേൻ പ്രത്യേകമാകുന്ന ഒരു വിഷയത്തോടുള്ള ബന്ധത്തില. അത് ആമേൻ സ്തോത്രം യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 18 മുതലുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാലേബിന്റെ മകൾ അക്സയ്ക്ക് തുറന്നു കൊടുത്തൊരു നീരുറവയെ കാണുവാനായി കഴിയും. പ്രിയ ദൈവജനങ്ങൾ, ആമേൻ സ്തോത്രം ശ്രദ്ധയോടുകൂടെ ആയിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അവിടെ ആമേൻ സ്തോത്രം ആ തുറന്നു കൊടുത്ത നീരുറവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവളെ അയച്ചത് തെക്കേ ദേശത്തേക്കാണ്. കാലേബിന്റെ മകൾ അക്സയെ തെക്കേ ദേശത്തേക്ക് പുള്ളിക്കാരിയെ അയച്ചപ്പോൾ ആ ദേശത്തിനൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു നീരുറവയും എന്തില്ല, അവിടെ ഇല്ല. ആമേൻ സ്തോത്രം. അതായത് ഒരു നന്മയും ഉണ്ടാകാത്ത ദേശത്തിലുള്ള ഒരു ഭവനത്തിലേക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. പ്രൈസ് ഗോഡ്. അവിടെ ചെന്നപ്പോൾ ഈ പുള്ളിക്കാരി ആമേൻ സ്തോത്രം നോക്കിയപ്പോൾ ഒരു നന്മയും ഉണ്ടാവത്തില്ല. ആമേൻ സ്തോത്രം. ആ സമയത്ത് തന്നെ അക്സയ്ക്ക് വേണമെങ്കിൽ പറയാം, എനിക്കിനി ഒരിക്കലും എന്ത് ചെയ്യാനായി കഴിയത്തില്ല, ഇവിടെ നിൽക്കുവാനായി കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഫലപ്രദമാകുന്ന ഒരു ദേശത്തേക്ക് പോകാം. അതാണ് സാധാരണ സർവ്വസാധാരണയായി നടക്കുന്നത്. വ്യക്തിപരമായി കുറ്റം പറയുവാനായി കഴിയത്തില്ല. എങ്കിലും ആമേൻ സ്തോത്രം സഹോദരി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹോദരിയാണ്. ആ സഹോദരി എടുത്തൊരു നിലപാടുണ്ട്. ആമേൻ സ്തോത്രം കാലേബിനോട് പറയുന്നൊരു വാക്കുണ്ട്: നീ എന്നെ തെക്കേ ദേശത്തേക്ക് അയച്ചത്. പ്രൈസ് ഗോഡ്. ആ ദേശം ഒരു നന്മയും ഉണ്ടാകാത്ത ദേശമാണ്, ഒരു വിളവുകളും ഉണ്ടാകാത്ത ദേശമാണ്. ആ ദേശത്തേക്ക് അയച്ചപ്പോൾ പോലും അയച്ച ഇടത്തിന്റെ കുറവോ കുറ്റമോ പിറുപിറുപ്പോ പറയാതെ ആമേൻ സ്തോത്രം ആ സഹോദരി അവളുടെ അവകാശത്തെ ചോദിച്ചു വാങ്ങുന്ന പ്രാർത്ഥനയുണ്ടല്ലോ. അവൾ പറയുന്നുണ്ട്: നീ എന്നെ അയച്ചത് തെക്കേ ദേശത്തേക്കാണെങ്കിലും അയച്ച ഇടത്ത് നീ എനിക്കൊരു നന്മ തരണം. പ്രൈസ് ഗോഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയനുമേ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഇടത്തിന്റെ കുറവുകളോ പരിഭവങ്ങളോ പറയുവാനല്ല, മറിച്ച് നിങ്ങളെ ആക്കിയിരിക്കുന്നിടത്ത് ആർക്കും കൊടുക്കാത്തതാകുന്ന ഒരു നീരുറവ തുറന്നു തരുവാൻ ശക്തനാകുന്ന ഒരു ദൈവമായ എന്റെ ദൈവം. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. അത് ചിലപ്പോൾ പ്രതികൂലത്തിന്റെ അവസ്ഥയാകാം. അത് ചിലപ്പോൾ എന്നെ നശിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ പോകേണ്ടി വന്നാലും നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നിടത്ത്, ക്ഷമയോടുകൂടെ ഇരിക്കുന്നിടത്ത്, സംനയത്തോടുകൂടെ ആയിരിക്കുന്നിടത്ത്, എനിക്ക് വേണ്ടി ആർക്കും തുറക്കാത്തതാകുന്ന വഴികളും നീരുറവുകളും തുറന്നു തന്ന് എന്നെ പോഷിപ്പിക്കുവാൻ കഴിയുന്ന ദൈവമാ. അതിനി എത്ര നെഗറ്റീവ് ദേശമാണെങ്കിലും, എത്ര നന്മകളെ മുടക്കുന്ന ദേശമാണെങ്കിലും, എത്ര ഇരുട്ടിന്റെ അന്ധകാരമുള്ള ഇടത്താണെങ്കിലും, പ്രൈസ് ഗോഡ്, ഏത് മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും എനിക്ക് വേണ്ടി ചില ഉറവുകളെ തുറന്നു തരുവാൻ പ്രാപ്തനാകുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആത്മാവിൽ വിശ്വസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് ഇങ്ങനെയാണ് വായിക്കുന്നത്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ആമേൻ. ഞാൻ അധികം സമയം ഇനി എടുക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ സമയം ആമേൻ ഏകദേശം തീരാറായി എന്ന് ഞാൻ വിശ്വസിക്കുക. സമയം ആമേൻ നിങ്ങൾ അധികമാകുന്നുവെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നുണ്ട്. ആമേൻ. കൃത്യമായി സമയത്തിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ആമേൻ. ഇങ്ങനെയാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ആമേൻ. സ്തോത്രം. ഇത് ഈ ഒരു വിഷയം കൂടെ ചിന്തിച്ച് ഞാൻ വേഗത്തിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. ഇതൊക്കെ എല്ലാം ദൈവം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പിനെ കുറിച്ചിട്ടാകുന്നു പറയുന്നത്. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമേ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിന്റെ ഒരു ഉറപ്പ് നമുക്ക് ഭദ്രമാകുവാനിടയാകണം. അത് നിലപാടുകളിലൂടെ, നമ്മുടെ നാം വിശ്വസിച്ച പ്രമാണങ്ങളിലൂടെ. പ്രൈസ് ഗോഡ്. ഏത് സാഹചര്യത്തിലും ആമേൻ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ, ഇനി ഏത് സാഹചര്യം ഉണ്ടായാലും നാം വിശ്വസിച്ചതിനും ഞാൻ ആമേൻ സ്തോത്രം പിന്തുടരുന്നതുമാകുന്ന എന്റെ വിശ്വാസത്തിൽ നിന്ന് ലെവലേശം മാറുവാനിട വരാതെ, ഞാനപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം നിൽക്കേണ്ടത്. ഒറ്റയ്ക്ക് വന്നാലും ആമേൻ സ്തോത്രം, ഒറ്റയ്ക്ക് നിന്നാലും, പ്രൈസ് ഗോഡ്, ചിലപ്പോൾ ഞാൻ ഒഴുക്കിനെതിരെ ആയിരിക്കുന്നത്, ഒഴുക്കിനെതിരെ നീന്തേണ്ടി വന്നാലും, ആമേൻ, എന്നിലൊരു ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഏത് ഒഴുക്കിനെതിരെ നീന്തുവാൻ എന്റെ കൂടെ തുണ നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവും ക്രിസ്തുവിന്റെ സ്നേഹവും അവൻ പിതാവിന്റെ സ്നേഹവും ഉണ്ട് എന്ന് ആത്മാവിൽ വിശ്വസിച്ച് ഓരോ ദിവസവും നമുക്ക് ജീവിക്കുവാനിട വരണം. ഒരു കിണറിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എന്നെ ആഴമായി സ്പർശിക്കുന്ന ഒരു കിണറുണ്ട്. അത് വേറെ ഒന്നുമല്ല, അബ്രഹാം ആമേൻ സ്തോത്രം തന്റെ മക്കൾക്ക് വേണ്ടി കുഴിച്ചതാകുന്ന ഒരു കിണറാണ് അത്. ആമേൻ സ്തോത്രം. അതിനെന്താ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അബ്രഹാമും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്ന പശ്ചാത്തലങ്ങളാണ്. താൻ ഒരു ദീർഘദർശനം കാണുന്നു. ആ ദീർഘദർശനം എന്ന് പറയുന്നത് തന്റെ മക്കൾ 400 സംവത്സരം അടിമകളായി മിസ്രൈം ദേശത്ത് പാർക്കുമെന്നും അവിടെ നിന്ന് അവർ തിരികെ വരുമ്പോൾ കുടിപ്പാൻ വെള്ളമില്ലാത്ത ദേശങ്ങളിലൂടെയും ആമേൻ പാർക്കുവാൻ തക്ക പട്ടണങ്ങളിലൂടെ കഴിയാത്ത പട്ടണങ്ങളിലും അവരായിരിക്കുന്നു എന്നുള്ള ദീർഘവീക്ഷണം അല്ലെങ്കിൽ ഒരു ദർശനം കാണുമ്പോൾ താൻ ഇവർക്ക് വേണ്ടി ഇനി ഒന്നും മിസ്രൈമിൽ പോയി ചെയ്യുവാനായി കഴിയത്തില്ല എന്ന് തനിക്കറിയാം. ആകെ ചെയ്യുവാനായി കഴിയുന്നത് താൻ കണ്ട ഈ ദർശനത്തിന് അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുവാനായി കഴിയണം എന്നുള്ളതാണ്. അങ്ങനെയാണ് താൻ ആമേസ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ഈ കിണറിനെയൊക്കെ കാണുവാനായി കഴിയും. താൻ ആമേസ്തോത്രം വേരിലേക്ക് ചെന്ന് ആമേസ്തോത്രം അവിടെ ഒരു കിണർ എന്ത് ചെയ്യുന്നു, താൻ ആമേസ്തോത്രം വിലയ്ക്ക് വാങ്ങി ഒരു കൃജലവിഷ്ടം നട്ട് നിത്യദൈവമാകുന്ന യഹോവയ്ക്ക് അവൻ അവിടെ ഒരു ആരാധന കഴിച്ചു. ആമേൻ. ഇങ്ങനെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു. ആമേസ്തോത്രം നമുക്കറിയാം, ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ അറിയാം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് തിരികെ ആമേസ്തോത്രം അവർ കടന്നു വരുമ്പോൾ നീണ്ട 40 കൊല്ലം കൊണ്ട് വാഗ്ദത്ത നാട് നേടുവാനായി കഴിഞ്ഞില്ല. അവരെ മിസ്രൈമിൽ നിന്ന് ഇറക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആമേസ്തോത്രം ആരാധിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാ അവർ ഇറങ്ങി തിരിച്ചത്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇവർക്ക് വേണ്ടുന്ന വണ്ണം ആരാധനയുടെ കരുത്ത് തെളിയിക്കുവാനായി കഴിഞ്ഞില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം നിങ്ങളൊന്ന് ആലോചിക്കണം ആ ഒരു പശ്ചാത്തലം. ഇറങ്ങിയവരിൽ പലരും മരുഭൂമിയിൽ വെച്ച് നശിച്ചുപോയി. ഉള്ളത് മൊത്തം പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരാ. അവരെ കണ്ടപ്പോൾ തന്നെ മോശയ്ക്ക് മനസ്സിലായി ഇവരെ കൊണ്ട് ഒരിക്കലും ഈ ദേശം കൈവശമാക്കുവാനേ കഴിയത്തില്ല. കാരണം ഇറങ്ങിയപ്പോഴുള്ള ഒരു ഉണർവോ ഇറങ്ങിയപ്പോഴുള്ള എരിവോ ആമേസ്തോത്രം 40 കൊല്ലത്തോളം നടന്നപ്പോൾ അവരിൽ കുറഞ്ഞു പോകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലപ്പോഴും അങ്ങനെയാ, ഇറങ്ങിയ ഉദ്ദേശം പോലും മറന്നുപോയി അവർ. അതുകൊണ്ടാണ് പലപ്പോഴും അപ്രകാരം പറയുന്നത്. നമ്മളും പലപ്പോഴും ഇങ്ങനെയാ, വിശ്വാസ ജീവിതത്തിൽ ഞാൻ എന്തിനാ ഇറങ്ങിയെന്നോ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ഞാൻ എന്തിനാ നിൽക്കുന്നതോ എന്ന് പോലും പലപ്പോഴും മറന്നുപോയെങ്കിൽ ഇന്ന് വേരിന്റെ ഒരു അടയാളം നമ്മളിൽ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രൈസ് ഗോഡ്. കാരണം എന്തെന്നറിയാമോ, മോശ ഇവരെ ഈ കിണറ്റിന്റെ സൈഡിലേക്ക് കൊണ്ടുപോയി, വേരിലേക്ക് കൊണ്ടുപോയി. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ് അടിസ്ഥാനമായി ഞാൻ എടുത്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവിടെ വെച്ച് ആമേസ്തോത്രം ജനത്തോട് ആരാധിക്കുവാനായി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ ഭാവനയിൽ കാണുക, നമ്മുടെ ഈ നടപ്പ് കൊണ്ടോ നിൽപ്പ് കൊണ്ടോ ഒന്നും
ഈ കനാന്യ മല്ലന്മാരെ തോൽപ്പിക്കുവാനേ കഴിയത്തില്ല. നിങ്ങൾ ആകെ ക്ഷീണിച്ച് നിങ്ങളുടെ നടപ്പോ ഇരിപ്പോ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഊർജമെല്ലാം പോയി ഉറങ്ങുന്ന അവസ്ഥയിലാ. പ്രൈസ് ഗോഡ്. ഈ ആമേൻ ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ പ്രൈസ് ഗോഡ് സ്വതന്ത്രം മോശ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. സ്വതന്ത്രം ആരാധിക്കണം. പ്രൈസ് ഗോഡ്. ആരാധിച്ച് ആരാധനയുടെ ഒരു കരുത്ത് തെളിയിക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദേവനമേ സ്വതന്ത്രം അപ്രകാരം ഒരു ആരാധന നമുക്കൊന്ന് കാഴ്ചവെക്കുവാനിട വരണം. പ്രൈസ് ഗോഡ്. എനിക്ക് വേണ്ടി മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറുണ്ട് അവിടെ. സ്തോത്രം. പേരിൽ അടച്ചു വച്ചിരിക്കുന്ന ഒരു കിണറുണ്ട്. പ്രൈസ് ഗോഡ്. അതൊരു ആത്മീക നന്മകളെ കാണിക്കുക. സ്തോത്രം. അതെന്താണ് എന്ന് ചോദിച്ചാൽ സ്തോത്രം അവിടെ നിന്നുകൊണ്ട് അവർ ആരാധിച്ചു. പിതാക്കന്മാർ കുഴിച്ച കിണറെ പൊങ്ങുക, പ്രഭുക്കന്മാർ ദണ്ടുകൊണ്ട് കിഴിച്ച കിണറെ പൊങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരാധിച്ച ആരാധനയുടെ കരുത്ത് തെളിയിച്ചപ്പോൾ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അതിൽ നിന്ന് ഭൂമി സ്തോത്രം വെള്ളം പൊങ്ങി വന്ന് കുടിച്ച് ബലപ്പെട്ടുകൊണ്ട് വാഗ്ദത്ത നാട് കരസ്ഥമാക്കുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. എനിക്ക് വേണ്ടി ചിലതൊക്കെ മുദ്രയിട്ടത് സ്തോത്രം നേടിയെടുക്കുവാൻ ഈ ആരാധിച്ച ആരാധനയുടെ കരുത്ത് തെളിയിക്കുവാനിട വരണം. പ്രൈസ് ഗോഡ്. ആരാധിച്ച ആരാധനയുടെ കരുത്ത് തെളിയിക്കുന്നിടത്ത് എന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു തള്ളുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. എന്നെ പുറകിൽ നിന്ന് തള്ളി നിൽക്കുന്ന, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നിന്നാൽ ഞാൻ ആ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ആ മതിൽ ചാടിക്കടക്കും. എങ്ങനെയാ? ചില അവകാശങ്ങളിൽ മേൽ ചാടിക്കടക്കുവാൻ. പ്രൈസ് ഗോഡ്. ചില മുദ്രയിട്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് തുറക്കുവാൻ ഇടവരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഇടവരണം. പ്രൈസ് ഗോഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, ഇന്ന് ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. ക്രിസ്തു സഭയാകുന്ന ഞാൻ സ്തോത്രം എന്നെ വേലികെട്ടി കാക്കുന്ന ഒരു ആത്മാവുണ്ട്. ദൈവത്തിന്റെ ആത്മാവുണ്ട്. എന്റെ വിശ്വാസ ജീവിതത്തെ ഞാൻ സംരക്ഷിച്ചാൽ എനിക്ക് വേണ്ടി എന്നെ വേലികെട്ടി കാക്കുന്ന, എന്റെ ആത്മീക ഫലങ്ങളെ വേലികെട്ടി കാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. എനിക്ക് വേണ്ടി ചില നീരുറവുകൾ തുറക്കും. എവിടെയാണെന്നറിയാമോ? നിലനിൽക്കുന്നിടത്ത്, നിർത്തിയിടത്ത് സൗമ്യതയോടുകൂടെ തക്ക സമയത്ത് ഉയർത്തുവാൻ തക്കവണ്ണം ബലമുള്ള കരങ്ങളിൽ താണിരിക്കുന്നിടത്ത്, കുറവുകൾ പറയാതെ പിറുപിറുപ്പുകൾ കൂടാതെ അവന്റെ കരങ്ങളുടെ കീഴിൽ ആശ്രയിക്കുന്നിടത്ത് എനിക്ക് വേണ്ടി തുറക്കുന്ന ഒരു നീരുറവയുണ്ട്. പ്രൈസ് ഗോഡ്. ആരാധിച്ച ആരാധനയുടെ കരുത്ത് തെളിയിക്കുന്നിടത്ത് എനിക്ക് വേണ്ടി മുദ്രയിട്ടിരിക്കുന്ന കിണറിന്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് സ്വതന്ത്രം ആത്മീക ഫലങ്ങളെ അനുഭവിക്കുവാനായി കഴിയും. ഇത്തരത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ സ്തോത്രം ആത്മീകവും ഭൗതികവുമാകുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിക്കുവാൻ സ്തോത്രം ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ശൂന്യകാര്യത്തെ പോലെ നല്ല ജീവിതാനുഭവങ്ങൾ ഇനി ലോകത്തിന്റെ ഏത് മോഹങ്ങളിൽ പെട്ടാലും എന്റെ പ്രിയനോടുള്ള സ്നേഹത്തെ അന്ത്യത്തോളം പിടിച്ചു നിർത്തുവാൻ ശൂന്യകാര്യത്തിൽ ഇന്ന് സാക്ഷ്യം പറഞ്ഞതുപോലെ നമുക്കൊന്ന് നിലനിൽക്കുവാൻ ഇടവരട്ടെ. ആ എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഭദ്രതയെ ഞാൻ ഉറപ്പിക്കുവാൻ എന്റെ ആത്മീയ ഫലങ്ങളെ വേലികെട്ടി കാക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി അടച്ചു വച്ചിരിക്കുന്ന ഒരു നീരുറവയുണ്ട്. എനിക്ക് വേണ്ടി മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറുണ്ട്. ഈ നല്ല വിശ്വാസ ജീവിതം നമുക്ക് അന്ത്യത്തോളം പിടിച്ചു നിർത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി സമയം തന്ന ക്ഷമയോടുകൂടെ കേട്ടിരുന്ന എല്ലാ ദൈവമക്കളെയും സ്തോത്രം ഞാൻ ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.